ഒന്നോ രണ്ടോ അല്ല, ഒരുപാട് പ്രതിസന്ധികളാണ് നിക്കോളാസ് മഡൂറോ നേരിട്ടത്. കൊലപാതക ശ്രമങ്ങൾ, രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ, അന്താരാഷ്ട്ര ഉപരോധങ്ങൾ. എന്തിനധികം അമേരിക്കയുടെ പിന്തുണയോട് നടന്ന ഒരു അട്ടിമറി ശ്രമം വരെ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും മഡൂറോ എങ്ങനെയാണ് ഇപ്പോഴും വെനസ്വേലയുടെ തലപ്പത്തിരിക്കുന്നത്? അതൊരു വലിയ രാഷ്ട്രീയ പ്രഹേളികയാണ്. അതിജീവനത്തിന്റെ ഈ അവിശ്വസനീയമായ കഥ നമുക്കൊന്നിവിടെ ചുരുളഴിക്കാം. നമുക്ക് ഈ വിശകലനം ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തോടെ തന്നെ തുടങ്ങാം, അല്ലേ? ഒരു കാലത്ത് മഡൂറോയുടെ തലയ്ക്ക് വിലയിട്ട് അതേ അമേരിക്ക എന്തിനാണ് പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം രഹസ്യമായി ഒരു സംഘത്തെ അങ്ങോട്ടേക്ക് അയച്ചത്? കഥയുടെ തുടക്കം ഇവിടെ നിന്നാണ്. വർഷം 2022, മാസം മാർച്ച്. റഷ്യ യുക്രൈൻ ആക്രമിച്ച് വെറും 9 ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ. ഒരു അമേരിക്കൻ വിമാനം വെനസ്വേലയുടെ തലസ്ഥാനമായ കരക്കാസിൽ അതീവ രഹസ്യമായി വന്നിറങ്ങുകയാണ്. ലോകരാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റാൻ പോകുന്ന ഒരു നിർണായക കൂടിക്കാഴ്ചയുടെ തുടക്കമായിരുന്നു അത്. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് കടക്കാം. വെനസ്വേലയോടുള്ള ലോകത്തിന്റെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ സമീപനത്തിൽ വന്ന ആ നാടകീയമായ മാറ്റം അതെങ്ങനെ സംഭവിച്ചുവെന്ന് നോക്കാം. ഈ മാറ്റം എത്രത്തോളം വലുതാണെന്ന് നോക്കൂ. ഒരു കാലത്ത് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് എന്താണ്? മഡൂറോയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നും അദ്ദേഹത്തിന്റെ തലയ്ക്ക് $15 മില്യൺ വിലയിടുകയും ചെയ്തു. എന്നാൽ ഇന്ന് ലോകം ഒരു പുതിയ ഊർജ്ജ പ്രതിസന്ധി നേരിടുമ്പോൾ അതേ വൈറ്റ് ഹൌസ് അദ്ദേഹവുമായി രഹസ്യമായി ചർച്ചകൾ നടത്തുന്നു. അതെ, എണ്ണയുടെ രാഷ്ട്രീയം. അതെല്ലാ കണക്കുകൂട്ടലുകളും മാറ്റിമറിച്ചു. ശരി, ഈയൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തിയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ട് പോകണം. മഡൂറോയുടെ അധികാരത്തിന്റെ അടിത്തറ ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ഹ്യൂഗോ ഷാവേസിന്റെ കാലഘട്ടം നമ്മൾ പരിശോധിച്ചേ മതിയാവൂ. പതിറ്റാണ്ടുകൾക്ക് മുൻപത്തെ വെനസ്വേലയെ നമുക്കൊന്ന് നോക്കാം. 70കളിലൊക്കെ എണ്ണസമ്പത്ത് കാരണം ലാറ്റിൻ അമേരിക്കയുടെ സൗദി അറേബ്യ എന്നാണ് ആ രാജ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നെ 1998-ൽ ഹ്യൂഗോ ചാവേസ് അധികാരത്തിൽ വന്നു. ബൊളിവേറിയൻ വിപ്ലവം എന്നു പേരിട്ട ഒരുപാട് സാമൂഹിക മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. 2012-ൽ ക്യാൻസർ ബാധിതനായി മരണക്കിടക്കയിലായിരുന്ന ഷാവേസ് തന്റെ പിൻഗാമിയായി മഡൂറോയെ തെരഞ്ഞെടുത്തു. തൊട്ടടുത്ത വർഷം, അതായത് 2013-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് 50.6% വോട്ടുകൾക്ക് മഡൂറോ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഈ ബൊളിവേറിയൻ വിപ്ലവം? ലളിതമായി പറഞ്ഞാൽ അത് ഷാവേസിന്റെ സോഷ്യലിസ്റ്റ് ആശയമായിരുന്നു. രാജ്യത്തിന്റെ എണ്ണപ്പണം ഉപയോഗിച്ച് സാധാരണക്കാർക്ക് വീടും വിദ്യാഭ്യാസവും ആരോഗ്യപരിരക്ഷയും നൽകുക. അതോടൊപ്പം അമേരിക്കൻ സാമ്രാജ്യത്വത്തെ ശക്തമായി എതിർക്കുക. ഈയൊരു പ്രത്യയശാസ്ത്രമാണ് മഡൂറോയുടെ രാഷ്ട്രീയത്തിന് അടിത്തറപ്പാകിയത്. അപ്പോൾ ആരായിരുന്നു ഈ നിക്കോളാസ് മഡൂറോ? ഒരു സാധാരണ ബസ് ഡ്രൈവറും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്നു തുടക്കം. പിന്നീട് ക്യൂബയിൽ പോയി രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടി. ഷാവേസിന്റെ വിശ്വസ്തനായ വിദേശകാര്യമന്ത്രിയായിരുന്നെങ്കിലും സത്യം പറഞ്ഞ പലരും അദ്ദേഹത്തെ ഒരു ദുർബലനായ നേതാവായാണ് കണ്ടിരുന്നത്. കരിസ്മയൊന്നുമില്ലാത്ത ഒരാൾ. പക്ഷെ ആ വിലയിരുത്തൽ എത്ര വലിയ തെറ്റായിരുന്നു എന്ന് കാലം തെളിയിച്ചു. ഇനി നമുക്ക് മഡൂറോയുടെ അതിജീവന തന്ത്രത്തിന്റെ കാതലിലേക്ക് വരാം. അതായത്, എതിരാളികളെയൊക്കെ നിഷ്കരുണം ഇല്ലാതാക്കി അദ്ദേഹം എങ്ങനെയാണ് തന്റെ അധികാരം ഒരു ഉരുക്കുമുഷ്ടി പോലെ ഉറപ്പിച്ചതെന്ന് നോക്കാം. ഭരണകൂടത്തിന്റെ ക്രൂരത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഉദാഹരണം മതി. ഇത് വെനസ്വേലയുടെ മുൻ അറ്റോർണി ജനറലായ ലൂയിസ ഒർട്ടേഗയുടെ വാക്കുകളാണ്. അവർക്ക് ജീവൻ രക്ഷിക്കാൻ കറുത്ത വിഗ് ധരിച്ച് രഹസ്യമായി രാജ്യം വിടേണ്ടി വന്നു, അതും ഒരു മുൻ അറ്റോർണി ജനറലിന്. മഡൂറോയുടെ തന്ത്രങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു. 1. സെബിൻ എന്ന രഹസ്യ പോലീസിനെ ഉപയോഗിച്ച് രാജ്യത്തെ എല്ലാവരെയും നിരീക്ഷിച്ചു. 2. തനിക്ക് ഭീഷണിയാകുമെന്ന് തോന്നിയ പാർട്ടിക്കകത്തുള്ള ശക്തനായ നേതാക്കളെ ഒതുക്കുകയോ നാടുകടത്തുകയോ ചെയ്തു. 3. തെരുവിലിറങ്ങിയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ അതിക്രൂരമായി അടിച്ചമർത്തി. 4. ജുഡീഷ്യറിയും പാർലമെന്റും ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളെയും സ്വന്തം വരുതിയിലാക്കി. ഇനി നമുക്ക് ഈ കഥയിലെ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലേക്ക് വരാം. 2019-ൽ പ്രതിപക്ഷം നടത്തിയ അട്ടിമറി ശ്രമം. മഡൂറോയുടെ ഭരണം ഏതാണ്ട് അവസാനിച്ചു എന്ന് ലോകം മുഴുവൻ ഉറപ്പിച്ച നിമിഷമായിരുന്നത്. 2019 ജനുവരിയിൽ പ്രതിപക്ഷ നേതാവായ ഹുവാൻ ഗ്വായ്ദോ വളരെ ധീരമായൊരു നീക്കം നടത്തി. അദ്ദേഹം സ്വയം വെനസ്വേലയുടെ താൽക്കാലിക പ്രസിഡന്റായി അങ്ങ് പ്രഖ്യാപിച്ചു. ഇത് മഡൂറോയ്ക്ക് നേരെയുള്ളൊരു തുറന്ന യുദ്ധപ്രഖ്യാപനം തന്നെയായിരുന്നു. ഗ്വായ്ഡോയ്ക്ക് കിട്ടിയ അന്താരാഷ്ട്ര പിന്തുണ അവിശ്വസനീയമായിരുന്നു. ശരിക്കും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ 60-ലധികം രാജ്യങ്ങൾ അദ്ദേഹത്തെ പ്രസിഡന്റായി അംഗീകരിച്ചു.
മഡൂറോയുടെ കൂടെ റഷ്യയും ചൈനയും പോലെയുള്ള ഏകദേശം 20 രാജ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഡൂറോയുടെ കളി കഴിഞ്ഞുവെന്ന് എല്ലാവരും ഉറപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ലോകത്തിലെ ഇത്രയധികം വൻ ശക്തികളുടെ പിന്തുണയുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഗ്വൈഡോയുടെ ഈ അട്ടിമറിശ്രമം പരാജയപ്പെട്ടത്? ഉത്തരം വളരെ ലളിതമാണ്, പക്ഷേ വളരെ ശക്തവുമാണ്. വെനസ്വേലൻ സൈന്യത്തിലെ ഉന്നതർ അവർ മഡൂറോയെ കൈവിട്ടില്ല. അവരുടെ കൂറ് അത് ഭയം കൊണ്ടായാലും ആത്മാർത്ഥത കൊണ്ടായാലും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അട്ടിമറിശ്രമം പരാജയപ്പെട്ടത്. അന്നത്തെ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ജോൺ ബോൾട്ടന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. മഡൂറോ പോലും ഒരു ഘട്ടത്തിൽ രാജ്യം വിടാൻ തയ്യാറായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ റഷ്യയും ക്യൂബയുമാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഒരിടത്തും പോകുന്നില്ല എന്ന്. അപ്പോ പരാജയപ്പെട്ട ആ അട്ടിമറിയിൽ നിന്ന് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് മഡൂറോ എങ്ങനെ തിരിച്ചെത്തി? അതാണ് രസകരം. ലോകരാഷ്ട്രീയം തന്നെ അദ്ദേഹത്തിനൊരു രണ്ടാമൂഴം നൽകിയെന്ന് പറയാം. ഒരുപക്ഷേ ഇതിലെ ഏറ്റവും വിചിത്രമായ കാര്യം ഇതാണ്: സ്വന്തം ഇമേജ് മെച്ചപ്പെടുത്താൻ ഭരണകൂടം അദ്ദേഹത്തെ ഒരു കാർട്ടൂൺ സൂപ്പർ ഹീറോ ആയി അവതരിപ്പിച്ചു. പേര് സൂപ്പർ ബിഗോട്ടെ, അതായത് സൂപ്പർ മീശക്കാരൻ. ഭരണകൂടത്തിന്റെ പ്രചാരണ തന്ത്രങ്ങളുടെ ഒരു ഉദാഹരണം മാത്രമാണിത്. ഈ പ്രചാരണത്തിന്റെ ഒരു വലിപ്പം നോക്കൂ. ഒരു ദേശീയ സൈനിക പരേഡിൽ 10 മീറ്റർ ഉയരമുള്ള ഒരു ഭീമൻ സൂപ്പർ മീശക്കാരൻ ബലൂൺ വരെ പ്രദർശിപ്പിച്ചു. ഏകാധിപത്യത്തിന്റെ ഒരു പരിഹാസ്യമായ മുഖം എന്ന് തന്നെ പറയാം. ഇപ്പോ നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. യുക്രൈൻ യുദ്ധം മഡൂറോയുടെ ഏറ്റവും വലിയ രക്ഷയായി മാറി. റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം വന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള വെനസ്വേലയിലേക്ക് എല്ലാവരുടെയും കണ്ണുപോയി. പഴയ ശത്രുക്കൾ തന്നെ എണ്ണയ്ക്കായി വീണ്ടും സമീപിച്ചു. ഇന്നത്തെ വെനസ്വേലയുടെ യഥാർത്ഥ ചിത്രം ഇതാണ്: വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞുവന്ന്. ഭരണകൂടത്തോട് അടുത്തവർക്ക് ആഡംബര ജീവിതം നയിക്കാൻ സമ്പത്തിന്റെ കുമിളകളുണ്ട്. എന്നാൽ ഭൂരിഭാഗം ജനങ്ങളും ജീവിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ ഒരു മഹാസമുദ്രത്തിലാണ്. ഭരണകൂടത്തിന്റെ വിജയം പടുത്തുയർത്തിയിരിക്കുന്നത് ജനങ്ങളുടെ ദുരിതത്തിനു മുകളിലാണ്. 70 ലക്ഷം പേരാണ് ദാരിദ്ര്യം സഹിക്കാനാവാതെ ഇതിനോടകം രാജ്യം വിട്ടോടിയത്. അതെ, മഡൂറോ തന്റെ എല്ലാ ശത്രുക്കളെയും അതിജീവിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അദ്ദേഹത്തെ അതിജീവിക്കാൻ വെനസ്വേല എന്ന രാജ്യത്തിന് കഴിയുമോ? ഈയൊരു ചോദ്യം ബാക്കിയാക്കി നമുക്കീ വിശകലനം ഇവിടെ അവസാനിപ്പിക്കാം.